മഹാപ്രഭു ക്ഷമിച്ചാലും അങ്ങാണ് ജയിച്ചത്. അങ്ങ് എവിടെയാണ്, ഞങ്ങൾ എവിടെയാണ്? നീയൊക്കെ ഇവിടെയും ഞാനങ്ങ് സമുദ്രത്തോളവും. എന്നെ പറ്റി നീയൊക്കെ എന്താടാ കരുതിയത്? 5 മിനിറ്റ് കൊണ്ട് നിന്നെയൊക്കെ കിടുകിട ഉറപ്പിച്ചില്ലേ? ഞാൻ കുറച്ചുകൂടി ഫോമിലായിരുന്നെങ്കിൽ എന്റെ സംഗീത സുനാമിയിൽ നീയൊക്കെ ഒലിച്ചു പോയേനെ. വാച്ച് ഔട്ട്. തെറ്റുപറ്റി ഗുരുജി. ഐ ആം റിയലി സോറി. എന്തോന്ന് സോറി? ഇത്രയും വലിയൊരു മഹാനുഭാവന്റെ അടുത്ത് സോറി പറയാനുള്ള യോഗ്യത പോലും നിനക്കൊന്നില്ലടാ. സോറി പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ യു ഗോ ടു ഹെർ, ടേക്ക് ഹെർ ഹാൻഡ്, പുട്ട് ഫിഡൽ ഓൺ ഹെർ ഹാൻഡ് ആൻഡ് സേ സോറി. ഗോ. നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് താങ്ക്സ്. എന്താ? ഒരു സുന്ദരിയായി നീ എന്തിനാ ജനിച്ചത്? ഏതോ ഒരു നാട്ടിൽ ജനിച്ചിട്ടും ഞാനുള്ള ഈ നാട്ടിലേക്ക് നീ എന്തിനാ വന്നത്? എത്രയോ അധികം ആളുകളുണ്ടായിട്ടും നീ എന്തിനാ എന്നെ തന്നെ മീറ്റ് ചെയ്തത്? അതെ, രാത്രി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്തോട്ടെ. എത്രയാ നമ്പർ? ആ, പെട്ടെന്നെങ്ങാനും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് മതിലും ചാടി വരണ്ടേ? അഡ്രസ് എങ്ങനെയാണ്? അമ്മോ, ഇവൻ സാധാരണ പുള്ളിയൊന്നുമല്ല. ഇത്രയും പുകഴ്ത്തിയാൽ ഏത് പെണ്ണാ വീണു പോവാത്തത്? എന്തായാലും തോറ്റു കൊടുത്തത് ഇവൾക്ക് വേണ്ടിയാണെന്നൊന്നും പറഞ്ഞു കളഞ്ഞില്ലല്ലോ. ഞാൻ തോറ്റു കൊടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാവോ നിനക്ക്? അമ്മോ, ഇവൻ ആള് വിചാരിക്കുന്ന പോലൊന്നുമല്ല, കാഞ്ഞ ബുദ്ധിയാ. എന്റെ മനസ്സിലിപ്പോൾ സഞ്ജു മാത്രമാണ്. എനിക്ക് അവനെ കാണണം എന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന എന്റെ ആഗ്രഹം. ഗോമതി, മനസ്സിന്റെ കൺട്രോൾ പോയാൽ കോൺസെൻട്രേഷൻ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷൻ ഒന്നുമില്ല ഗുരുജി, എന്റെ കോൺസെൻട്രേഷൻ ഗിറ്റാറിലായിരുന്നു. എന്ത്? എനിക്ക് ഗിറ്റാർ പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഗിറ്റാർ പഠിക്കണമെന്നുണ്ടെന്നോ? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. മംഗളകരമായ ഫിഡിലിനെ ഉപേക്ഷിച്ച് വൃത്തികെട്ട ഗിറ്റാർ പഠിക്കാൻ പോണെന്നോ? നീ ആരാണ്, ഏത് കുടുംബത്തിലാ ജനിച്ചതെന്ന് വല്ല ചിന്തയുണ്ടോ? ശങ്കരാഭരണം ഫാമിലിയാ നിന്റേത്. നിന്നെ കുറിച്ച് എനിക്ക് എന്ത് പ്രതീക്ഷയാണെന്നറിയോ? വെസ്റ്റേൺ മ്യൂസിക്കിനെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഞാൻ കുലയ്ക്കാൻ പോകുന്ന വില്ലിലെ മിസൈലാണ് നീ. ജീവൻ പോയാലും ഞാനത് സമ്മതിക്കില്ല. ഇത് വേണ്ടാന്ന് വെച്ചിട്ട് ആ സഞ്ജുവിന്റെ അടുത്തെങ്ങാനും പോയാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. പറഞ്ഞോർമ്മണ്ടല്ലോ. ഇന്ത്യൻ ബാങ്കിൽ നിന്നും ടാക്സ് അക്കൗണ്ട്സ് അല്ലാത്ത ക്രോർസ് ഓഫ് റുപ്പീസ്, അതായത് മില്യൺസ് ഓഫ് അമേരിക്കൻ ഡോളേഴ്സ് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത്രയധികം പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എംബസി നിങ്ങളുടെ എംബസിയിൽ നിന്നും ഫൈനാൻസ് ക്ലിയറൻസ് ചോദിക്കും. എൻ്റെ ആൾ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുക. Algunos millones de NIPS indias significa que algunos millones de dólares americanos deben ser transferidos a su banco. Para ello necesitan la autorización de indios o su embassy. No, es un crimen. Yo no lo acepto. ഞാൻ ആരോടെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്താൽ നോ എന്ന് പറയുന്നത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 24 hours ടൈം തരും. ഫിക്സഡ് പ്രൈസ്. ആൻസർ യെസ്. കേറരുതെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ഏയ്, മിണ്ടാ വന്ന് കേറ്. ഗുരുജിയോട് പറയില്ലേ? നമ്മൾ എവിടേക്കാ പോകുന്നത്? പറയുന്നേ. നടക്കില്ല ഏട്ടാ. എന്താ പറയുന്നത്? സമ്മതിച്ചില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇന്ത്യയിൽ നിന്ന് അത്രയും ക്യാഷ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയാമോ? മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇവിടെ വെയിറ്റിംഗ്. ഒറ്റ അക്കൗണ്ട് മതി അത് നിന്റെ ബാങ്കിലിടാന്ന് പറഞ്ഞിട്ട് ഒക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കേ? പറയുന്നേ. നമ്മൾ എവിടേക്കാ പോകുന്നേ? പ്ലീസ് ഒന്ന് പറയൂ സഞ്ജു. ഇറങ്ങിക്കും. എന്തു പറ്റി? ഇറങ്ങടോ. എന്തിനാ എന്നെ ഇവിടെ ഇറക്കിയത്? ഞാൻ സ്നേഹത്തോട് വിളിക്കുമ്പോ എങ്ങോട്ടാ എന്തിനാന്ന് ചോദിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഞാനിവിടെ നിൽക്ക്. മാറി. നീ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ തിരിച്ചു വന്നില്ലെങ്കിലുണ്ടല്ലോ. ബൈക്ക് ഉൾപ്പെടെ ബ്ലാസ്റ്റ് ആയിപ്പോട്ടെ.
Go and get the girl. Bring her to me. എനിക്ക് അവളെ വേണം. വാ കേറ്. വാ, കാട്ടിനുള്ളിൽ പോയിരുന്നു സംസാരിക്കാം. ആൺപിള്ളേര് ബീച്ച് കാട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചാ പോകരുതെന്നാ പറഞ്ഞിട്ടുള്ളത്.